അപ്പോൾ ഞാൻ തായ്ലൻഡ് പോയിട്ട് വരാം. ബൈ 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 ബൈ. കഞ്ചാവ് കൊണ്ടുവരാം. സോ ബോർഡിംഗ് പാസ് കിട്ടി, ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഞാനിതപ്പോൾ ഡ്യൂട്ടി ഫ്രീയിലാണ്. എനിക്ക് പിന്നെ ഇവിടെ നിന്നൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ്. എന്തായാലും ടൈമുണ്ട്, ഓൾമോസ്റ്റ് 7 മണി ആയിട്ടേ ഉള്ളൂ. 9:30 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. $130,000 കുപ്പിയാണ് ഈ കാണുന്നത്. ഈ $500 മോർ ദാൻ 30,000 rupees. എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. ഇനി ഗേറ്റ് കണ്ടുപിടിക്കുക, എയർലൈൻ്റെ അടുത്തോട്ട് പോവുക, പറക്കുക. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് കുറേ നേരമായി. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു ഇത്ര നേരം. 8:30 ഗേറ്റ് തുറക്കുമെന്ന് പറഞ്ഞാണ്. ഇത്ര നേരമായിട്ട് ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. എന്താണെന്നറിയില്ല. ഇരുന്നിരുന്ന് മടുത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. As a precaution, please keep an eye on your belongings. We suggest that you keep your cash and valuables with you at all times. സിംഗപ്പൂരെത്തി. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 4 മണിയായി. ഉറക്കമൊന്നും ശരിയായില്ല. ഫ്ലൈറ്റിൽ ഒടുക്കത്തെ ടർബുലൻസ് ആയിരുന്നു. സോ ഉറക്കമൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടി. ഇനിയിപ്പോൾ എനിക്കിവിടെ ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ ലേ ഓവറുണ്ട്. ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മണിയായി. എനിക്ക് 6:30 നെക്സ്റ്റ് ഫ്ലൈറ്റ്. സോ ഇനി ഗേറ്റ് കണ്ടുപിടിക്കണം. ടെർമിനൽ 1 ആണെന്ന് മനസ്സിലായി, പക്ഷെ ടെർമിനൽ എവിടെയാണെന്ന് അറിയുന്നില്ല. ടെർമിനൽ കണ്ടുപിടിക്കണം. ഗേറ്റ് C സംതിങ് ആണ്, അതും കണ്ടുപിടിക്കണം. അപ്പം ഞാൻ അങ്ങോട്ട് പോവാം. എനിക്ക് LVയുടെ ഷോറൂം കാണുമ്പോൾ ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോകുന്ന ടൈമായിരുന്നു. സോ എനിക്കിപ്പോഴും നാട്ടിൽ പോണ പോലെയാണ് ഓർമ്മ വരുന്നത്. 17 മിനിറ്റ്സ് വാക്ക് ചെയ്യാനുണ്ട് ഗേറ്റിലടുത്തേക്ക്. C17 ആണ് എൻ്റെ ഗേറ്റ്. ഫൈനലി ഞാൻ ഗേറ്റ് കണ്ടുപിടിച്ചു. C17 തന്നെയാണോ എന്ന് പോയി നോക്കട്ടെ. ദിസ് ഈസ് മൈ ഫ്ലൈറ്റ് TR608. 5:30 ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ കറൻ്റ് ഇവിടെ 4:30 ടൈം. സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ ടൈമായി. നമ്മുടെ രണ്ടാമത്തെ ഫ്ലൈറ്റ് കയറി. 6:30 ടേക്ക് ഓഫ്. തായ്ലൻഡിലെത്തി ആൻഡ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ഗേറ്റ് നമ്പർ 3 പോകണം. അവിടെ നമ്മുടെ ഡ്രൈവർ നിൽക്കുന്നുണ്ടാവും. ഇവിടെ ബാങ്കോക്കിൽ ഓൾറെഡി അമ്മയും അനിയനും അവരെല്ലാവരും എത്തിക്കഴിഞ്ഞു ഫ്രഷപ്പിന് വേണ്ടിയിട്ട്. ഇനിയിപ്പം ഞാൻ ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകും. അൽമാസ് ഹോട്ടലിലേക്കാണ് പോകുന്നത്. ആൻഡ് അവിടെ എത്തിയതിന് ശേഷം 11 മണിക്ക് ആണ് അടുത്ത പ്ലാൻ. മുടിയൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ആകെ കൊല്ലം കെട്ട പോലെയായി. ഒന്നാമത് ഉറങ്ങിയിട്ടില്ല, നല്ല ഉറക്കക്ഷീണമുണ്ട്. ഓക്കെ, ഗേറ്റ് നമ്പർ 3 എത്തി. ആൻഡ് പക്ഷെ ആളെ കാണാനില്ല. സോ ഞാനിവിടെ എത്തി. ആൻഡ് എന്നെ പിക്ക് ചെയ്യാൻ വന്ന ഡ്രൈവർ അവർ ടാക്സി പാർക്ക് ചെയ്യാൻ പോയിരിക്കുന്നുണ്ട്. സോ ഇവിടുത്തെ അസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്താണോ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോൺടാക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് വരും, നമ്മളെ പിക്ക് ചെയ്യും, നമ്മളെ കൊണ്ടുപോകും. ഇറ്റ്സ് സോ സിമ്പിൾ. ഹായ്, എനിക്ക് സോ ഫൈനലി നമ്മുടെ ഡ്രൈവർ വന്നു, നമ്മുടെ ബാഗ് എടുത്തു. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ നേരെ അൽമാസ് ഹോട്ടലിലേക്ക് പോകാൻ പോവുക. ഫൈനലി റൂമെത്തി. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഫ്ലൈറ്റ് യാത്ര? നമ്മടുത്ത ചോദിക്കുന്നത് ബിന്ദുവുമായി കാണാണ്ട് പോയി. അതാ അവിടെ കിടക്കണു. ഇത് വീഡിയോ ആണ്.
മസിലൊക്കെ ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ. പുലിയെ കാണാൻ വന്നിരിക്കുകയാണ്. പുലിയെ കാണാൻ വേണ്ടിയിട്ട് ടൈഗർ ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ, നമ്മളെല്ലാവരും. സോ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Let's see. Let me make a video for you. No. കണ്ടിട്ട് തന്നെ പേടിയാവണൂല്ലേ? ശരിക്കും വല്ല നമ്മുടെ പൂച്ചനെയൊക്കെ കാണുന്ന പോലെയാണ്. പുള്ളി എന്ത് കൂളായിട്ട് നടന്നു പോണത്, നല്ല ബ്ലറായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇത് ശരിക്കും പുലിയാണോ അതോ വല്ല പൂച്ചയാണോ? ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. പൂച്ചക്കുട്ടികൾ നടന്നു തന്നെ പോലെ ഉണ്ട് അല്ലേ? എന്താണെന്ന് അറിയില്ല. ടൈഗർ ടോപ്പിയിലെ യാത്ര കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഈ വണ്ടി വന്നു, അതിൽ കയറുക, നമ്മൾ പോവുക. ഓക്കെ, സോ ടൈഗർ ടോപ്പിയെല്ലാം കഴിഞ്ഞു, തിരിച്ചു പോവുകയാണ്. ബസ്സിൽ നിൽക്കണ ഒരു എഫക്റ്റ്, കണ്ടക്ടർ ആവണ പോലെ. ഇറ്റ്സ് ഗുഡ്, കൊള്ളാം. നല്ല ചൂട്, ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ടിക്കറ്റ് ഇതാണ് നമ്മുടെ ഹോട്ടൽ. ചെക്ക് ഇൻ കഴിഞ്ഞു, പോവാം. അവർ കൊണ്ടുവരില്ലേ? സോ ഇതാണ് നമ്മുടെ റൂം, ആൻഡ് ദിസ് ഈസ് അവർ വ്യൂ. വാവ്, നൈസ് ബീച്ച് വ്യൂ. ആൻഡ് കൊള്ളാം. എന്നറാ നിനക്ക് സമ്മാനമൊന്നുമില്ല എന്നുള്ള കാൽവിൻ ക്ലീൻ്റെ ജെട്ടി. So Alcazar show കാണാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പുറകെ കാണുന്ന സ്റ്റാച്ചു ആണിത്. So this is the Alcazar show and show starts at 6:30. We are almost here. കയറാൻ പോവുകയാണ്. വന്നതിലും വെച്ച് നല്ല തിരക്കായി തുടങ്ങി ഇപ്പോൾ. കാണിച്ചു കൊടുക്കും. Okay, so Alcazar ഷോയിന് വന്നിരിക്കുന്നു. And the show starts at 6:30. It's almost 6:20. And we're waiting for that. Let's see. A very warm welcome to our very talented troupe of entertainment, because it's showtime.
അൽക്കസാർ ഷോ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. കൊള്ളായിരുന്നു. 1 മണിക്കൂർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ലൈക്ക് എല്ലാ പെർഫോമൻസും ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ലൈക്ക് ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഒരു 1 ടൈം വാച്ചിനുള്ളതേ ഉള്ളൂ. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ്സ് പെർഫെക്റ്റ് ആൻഡ് ഓൾ ഗുഡ്. ഇവരാണ് പെർഫോം ചെയ്തത്. അടിപൊളിയായിട്ടുണ്ട്. ആ കോസ്റ്റ്യൂംസും ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൊള്ളാം. അടിപൊളി, ഒരു രക്ഷയില്ല. ടെർമിനൽ 21 ഈസ് റിയലി ഗുഡ്. നല്ല രസമുണ്ട്. ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇറ്റ് ലുക്സ് ഗുഡ്. ഭയങ്കര തിരക്ക്. എനിക്കറിയില്ല 24 hours ആണോ, ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. ഇത് ലൈക്ക് ഓരോ എയർപോർട്ടിൻ്റെ ഓരോ സെറ്റപ്പ് പോലെ കണ്ടോ. ഇവിടെ പാരീസ്, പിന്നെ ഏറ്റവും ടോപ്പിൽ ടോക്കിയോ ഉണ്ടായിരുന്നു, പിന്നെ എവിടെയൊക്കെ അങ്ങനെ കുറേ ഉണ്ട്. ഇറ്റലി, അങ്ങനെ ഓരോരോ പ്ലേസസ് ഉണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ പാരീസിലോട്ടെത്തി. ഐ ക്യാൻ ഷോ യു. കണ്ടോ ഐഫിൽ ടവറൊക്കെ. ഇതൊരു ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണതാണ്. ഇറ്റ് ലുക്സ് ഗുഡ്. കൊള്ളാം, നൈസ്. പ്ലേ ബോയ് ഞാൻ പണ്ട് യൂസ് ചെയ്ത ബ്രാൻഡായിരുന്നു. പണ്ട് കണ്ട ബ്രാൻഡാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഫൈനലി ഞാനിപ്പോൾ തായ്ലൻഡ് വന്നിട്ടാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കാണുന്നത്. കൊള്ളാം. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട് ലൈക്ക് പ്ലേ ബോയിൻ്റെ പെർഫ്യൂം, ഡിയോഡ്രൻ്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ലണ്ടൻ അറൈവ് ചെയ്ത് നമ്മൾ ഇറ്റലിയിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഇറ്റലിയിലോട്ട് പോവുകയാണ്. സോ നമ്മൾ ഇപ്പോൾ ടോക്കിയോയിലോട്ട് പോവുകയാണ്. ബ്രോ ലുക്ക് അറ്റ് ദിസ് തായ് വില്ലേജ്. ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. ആൻഡ് നമ്മളിനി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോവുകയാണ്. നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകണം. ബിക്കോസ് അതാണ് തേർഡ് ഫ്ലോർ. So we are going to San Francisco and you can see the Hollywood. See Hollywood കണ്ടോ, മറ്റേ GTA San Andreasൽ കാണുന്ന സാധനം. ഓക്കെ, സോ എന്തൊക്കെയാണ് പറഞ്ഞ മാംഗോ സ്റ്റിക്കി റൈസ്, ഓസ്ട്രേലിയൻ പോർക്ക് അല്ല ഓസ്ട്രേലിയൻ ബീഫ്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നാൽ ഞാൻ ഓസ്ട്രേലിയൻ ബീഫ് കഴിക്കാൻ. പിന്നെ നൊങ്ക്, പിന്നെ സ്റ്റിർ ഫ്രൈ ചിക്കൻ, പിന്നെന്താ പറഞ്ഞത് ചൈനീസ് ഡേറ്റ് ജ്യൂസ്. ഏതാ അത് പറഞ്ഞല്ലോ. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ്, മെയിൻ തിങ്. I'll show you guys the video after that. ഫസ്റ്റ് ഐറ്റം വന്നു. ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം ട്രൈ ചെയ്ത് നോക്കുമോ, എന്താ അവസ്ഥ എന്നറിയാലോ. മൈക്ക് വേണം. എങ്ങനെയുണ്ട് മൈക്ക് പിടിച്ചിട്ട് പറയാം. കൊള്ളാം, സൂപ്പർ. നല്ല ഡേറ്റ്സിൻ്റെ ഫ്ലേവർ. അതിപ്പോൾ തന്നെ കുടിച്ചെന്ന് പറയാം. ഞാൻ തരാം, കുടിച്ചു നോക്കും. ഇങ്ങോട്ട് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി. പറഞ്ഞ് പറയിപ്പിക്കണ പോലെ. അല്ല നന്നായിട്ടുണ്ട്. ഡേറ്റ്സിൻ്റെ ഫ്ലേവർ നല്ല പുളി നന്നായിട്ടുണ്ട്. പറഞ്ഞോ, ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഇമിലി മുട്ടായുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നു. ഇറ്റ്സ് ഗുഡ്. ബട്ട് നമ്മൾ കാത്തിരിക്കുന്നത് മാംഗോ സ്റ്റിക്കി റൈസിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര ഹൈപ്പാണ്. അതായത് നമ്മുടെ ഡ്രൈവർ അമ്മച്ചി വരെ പറഞ്ഞു കഴിഞ്ഞു ട്രൈ മാംഗോ സ്റ്റിക്കി റൈസ്. പിന്നെ എൻ്റെ ഹൗസ് മേറ്റും പറഞ്ഞു ട്രൈ മാംഗോ സ്റ്റിക്കി റൈസ്. സോ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ബേസിക്കലി എനിക്ക് റൈസൊന്നും അത്ര ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ ആ ഹൈപ്പ് കാരണം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. വി ജസ്റ്റ് ഓൺലി ബോട്ട് ഒരെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ലെറ്റ്സ് സീ. അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്. ദാറ്റ് സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ. സോ ലെറ്റ്സ് ട്രൈ ചെയ്തോ. നല്ല ചൂടുണ്ടാവും, നോക്കിയിട്ടാ. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. നല്ല എരിവുണ്ട്.
നീ അഭിനയിക്കല്ലേ, അതിന് നോക്കിയിട്ട് പറയണ്ട. അത് നാച്ചുറലി സംസാരിച്ചാൽ മതി, മൈക്ക് ഉണ്ടെന്ന് ആലോചിക്കണ്ട. എങ്ങനെയുണ്ട് പറഞ്ഞോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരം 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 നല്ല മധുരം. എന്താ ചോദിച്ചോക്കി വേണ്ട. അത് മറ്റേ സോസിൻ്റെ ഒക്കെയാ, കുറേ സോയ് സോസും എല്ലാം കൂടെ ഉണ്ട്, അതാണ് ഇത്ര സ്വീറ്റ് ആയിരിക്കണം. പക്ഷെ കൊള്ളാം. കപ്പൽ മുളക്. ഗുഡ്. മാംഗോ സ്റ്റിക്കി റൈസ് എത്തിയിട്ടുണ്ട്. അത് ലുക്സ് ഗുഡ്. മുകളിൽ ക്രീമൊക്കെ ടോപ്പ് ചെയ്ത പോലെ. ആരെ വെച്ചാൽ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഒരു പോർഷൻ എടുക്കുക, റൈസ് ചെറിയൊരു പോർഷൻ മാംഗോ കട്ട് ചെയ്യുക, രണ്ടും കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കൂ. ഒരു സൈഡിൽ ഫോർക്കും പിടിച്ചിട്ട് അങ്ങനെ കഴിച്ചാൽ കുഴപ്പമില്ല. അത് കട്ട് ചെയ്യണത് രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞത്. മാങ്ങ ഇതാ അടിപൊളി മാങ്ങ. നമ്മുടെ ചോറ് സാധാ ചോറ് തന്നെ, ക്രീമൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ. ഓക്കെ, സോ ഞാൻ കഴിക്കാൻ പോകുന്നു. ഞാൻ റൈസൊന്നും കഴിക്കുന്നില്ല, ജസ്റ്റ് സ്മോൾ പീസ് മാംഗോ. ഞാൻ റൈസൊന്നും കഴിക്കുന്നില്ല, റൈസ് വേണ്ട, ജസ്റ്റ് സ്മോൾ പീസ് ഓഫ് മാംഗോ. ഓ എന്ത് മധുരം മാങ്ങ, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല, അടിപൊളി മാങ്ങ. റൈസ് എനിക്കിഷ്ടമാണ്. അത് കഴിച്ചോ, അത് ചൂടാണ്. ഓക്കെ, ഇത് ഓസ്ട്രേലിയൻ ബീഫ്. ഓസ്ട്രേലിയൻ ബീഫ് കൈൻഡ് ഓഫ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓസ്ട്രേലിയൻ ബീഫ്, ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഞാൻ അതാണ് ട്രൈ ചെയ്യുന്നത്. കഴിച്ചോക്കട്ടെ. ആ മീറ്റൊക്കെ ഫുള്ള് വന്നില്ല. ഇത് ബ്രോക്കോളി, സ്റ്റീംഡ് ബ്രോക്കോളി കഴിക്കാം. സ്റ്റീംഡ് ബ്രോക്കോളി. നന്നായിട്ട്. സൂപ്പർ. അത് ടോപ്പിക്കുള്ള കാര്യം. So the presentation is so good. I think it's ice apple. Oh. അടിപൊളി. I don't know what is the exact name of this thing. ഐസ് ആപ്പിൾ അല്ല അതിൽ പേര് കണ്ടത്, വേറെ എന്തോ സാധനം. ബട്ട് ഇറ്റ് ഈസ് റിയലി ഗുഡ്. രക്ഷയില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ. ഞാനിപ്പോൾ കഞ്ചാവ് അടിച്ച കിക്കായ പോലെയായി, ഷുഗർ അടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. സോ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡേ 1 എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. സോ ഇനി ഡേ 2 കാണാം. ബൈ ബൈ.